ജിബ്രീൽ അങ്ങോട്ട് ചോദിച്ചാൽ ഇവിടുന്ന് വിട്ടുപിരിയുന്ന സമയം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി ചോദിക്കുന്നു, ജിബ്രീൽ എനിക്ക് വല്ല ആവശ്യമുണ്ട് എന്നോട്? അപ്പൊ ഇല്ല എന്ന് ജിബ്രീൽ പറഞ്ഞില്ല. ഞാൻ ഉണ്ട്. എന്താ ഉള്ളത്? നബിയും റബ്ബുമായിട്ട് സംസാരിക്കാൻ വേണ്ടി നേരിട്ട് സംസാരിക്കാൻ ഹിജാബും അറിയുന്നില്ലാത്ത നിലയിൽ കണ്ടുകൊണ്ട് സംസാരിക്കാണ് പോകുന്നത്. അതുകൊണ്ട് നബി മടങ്ങി വരുന്ന സമയം എനിക്കൊരു അനുവാദം വാങ്ങിയിട്ട് വരണം. എന്താ അനുവാദം? ഖിയാമത്ത് നാളിൽ സിറാത്തുൽ മുസ്തഖീം എന്നൊരു പാലം വിട്ടുകിടക്കാണല്ലോ. ആ പാലത്തിന്റെ മേലിൽ എന്റെ ചിറകിനെ പിരുത്തിയും കൊണ്ട് നബിന്റെ ഉമ്മത്തിനെ ഞാൻ വിട്ടുകിടത്താനുള്ള ഒരു അനുവാദം എനിക്ക് വാങ്ങിത്തരണം നബി റബ്ബിനോട് എന്ന്. വാങ്ങിത്തരണം. അങ്ങനെ പോയി. അങ്ങനെ എല്ലാം കഴിഞ്ഞു വരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ബാക്കിയുടെ പറയാനുണ്ട് കേട്ടാ. ചോദിക്കുന്നു, അല്ല നബിയെ, അല്ലെ ജിബ്രീൽ ചോദിച്ച ആവശ്യം നബിയെ ഞാൻ എനിക്ക് മറന്നുപോയി. അന്തായിരുന്നു. ഓ ജിബ്രീൽ ആ പാലത്തിന്റെ മേല് സിറാത്തുൽ മുസ്തഖീമിന്റെ മേലിൽ ചിറകിനെ പിരിച്ച് ഉമ്മത്തികളെ വിട്ടുകിടത്താൻ വേണ്ടിയുള്ള അനുവാദം വാങ്ങിത്തരണമെന്ന് എന്നോട് പറഞ്ഞു. എന്തായാലും നീയത്ത് അറിയുന്നവരല്ലേ? ഞാൻ അത് സ്വീകരിച്ചെങ്കിലും ലാക്കിൻ ഫീ ത്വായിഫത്തിൻ മിൻ ഉമ്മത്തിക, നബിയുടെ ഉമ്മത്തെ എല്ലാവർക്കുമല്ല. ആര് നബിയെ? അത് നബിനോട് ആർക്ക് പരിപൂർണമായിരിക്കുന്ന മുത്താബഅത്തുണ്ടായിരിക്കുന്നോ, തുടർച്ച, അക്വാല് അഫ്വാല് അഹ്വാലുകൾ ആരാണ് തുടർന്നത്, തുടരുകയും നബിയോട് സ്വഹബത്ത് കിട്ടുകയും ചെയ്തവരാണ് എന്ന് റിവായത്തിൽ മറ്റൊരു റിവായത്തിലുണ്ട്. അത് ലിമൻ അക്സറ മിനസ് സ്വലാത്തി അലൈക, നബിന്റെ മേൽ ആരാണോ യാസി സലാത്ത് എന്ന് പെരുപ്പിക്കുന്നത് അവരെ കാര്യത്തിൽ ചിറക് ജിബ്രീലിന്റെ ചിറകിനെ പാലത്തിന്റെ സിറാത്തുൽ മുസ്തഖീമിന്റെ മേലിൽ പരത്തി രക്ഷപ്പെടുത്താൻ ഞാൻ അനുവാദം തന്നു നബിയെ. അവർക്കുണ്ട്. അള്ളാഹു കൊടുത്തു തന്നെയാണ്. ബഹുമാനപ്പെട്ട അശേഖ് അലി ഇബ്നു ബുർഹാനുദ്ദീൻ അൽ ഹലബി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഇൻസാനുൽ യൂനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സൂറത്തുൽ അൽബി ഇത് പറയട്ടെ. എന്നിട്ട് അങ്ങനെ ജിബ്രീലിനെ അയച്ചുകൊണ്ട് പോയിട്ട് ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അള്ളാഹു അങ്ങനെ മറഞ്ഞു ഒളിച്ചു നിൽക്കും. നബിന്റെ അള്ളാഹുവിന്റെ നബിക്കും കാട്ടിക്കൊടുക്കാതെ അവിടെ മറഞ്ഞു നിൽക്കുക എന്നുള്ളത് നമ്മുടെ കൽബിൽ സുഹൃത്താകുന്നോ ഇല്ല, മുഹാലിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ബഹുമാനത്തിൽ നല്ല ശ്രമിച്ചു കൊണ്ടുപോയി. എന്താണ് വാഹനം? ബുറാഖാൻ. നബിയോട് ലായക്കായ വാഹനത്തിൽ കൊണ്ടുവരണമെന്നാ പറഞ്ഞേ. وسريت ليلا لا يزال بهيما فوق البراق مسرجا مذموما ترقى يسايرك الأمين نديما فعلوا لحضرة قدسه تقديما. നമ്മക്ക് കോലമാവുന്നോ ഇത്ര വരെ ബഹുമാനത്തോടുകൂടെ അള്ളാഹു കുളിപ്പിച്ചും കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് വളരെ ബഹുമാനത്തോടുകൂടെ കൊണ്ടുവരണം. നല്ല വാഹനത്തിൽ കയറ്റി അങ്ങനെ കൊണ്ടുപോയി അടയെത്തുമ്പോൾ അള്ളാഹു മറിഞ്ഞേക്കാം നബിനെ കാണുന്നേ തൊട്ട് എന്നത് മുഹാലിൽപ്പെട്ട കാര്യമാണത്. ആരും ഒരു അക്കലുടേവന്റെ അക്കല് സമ്മതിക്കൂല കേട്ടോ. വല്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ടില്ല എന്നത് നമ്മുടെ കൽബിന് സുഹൃത്താകില്ല. ഇവിടെ ഇത്ര ബഹുമാനത്തോടു കൂടെ വിളിപ്പിച്ചിട്ട് കോട്ടയിലേക്ക് നല്ല സ്ഥലത്തേക്ക് എത്തിയിട്ട് അല്ലാഹ് മറിഞ്ഞില്ല കട്ടണ്ട് ഒരു കാലത്തുണ്ടാവില്ല.
നമ്മൾ ബുദ്ധിയുള്ളവന്റെ ബുദ്ധി സമ്മതിക്കുകയില്ല, മുഹാലിൽപ്പെട്ടതാ. മനസ്സിലായില്ലേ? وَتَرَيْتَ لَيْلًا لَا يَزَالُ بَهِيمًا فوق البراق مسرجا مزموما وبعد إسراء أروج للسماء حتى رأى النبي ربا كلما من غير كيف والنساء قد فرض عليه خمسا بعد 50 أفرض. അവിടെ നിന്നാണ് ഒരേ സംസാരമാണ് എത്തിയപാട് തന്നെ എന്താണെന്നറിയോ അള്ളാഹു ചെയ്തത്? ആ മക്കാമിലേക്ക് എത്തിയപ്പോൾ റബ്ബിന്റെ പരിശുദ്ധതാത്തിനെ കാട്ടിയതോടുകൂടെ നബിയോട് അല്ലാഹു പറയുന്നു, സലാമു അലൈക അയ്യുഹൻ നബിയ്യൂ. അടുത്തും അല്ലാഹു സലാം ചൊല്ലി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞത് ഹർഫും സൗത്തും കൂടാണ്ടാണ്. അല്ലാഹുവിന്റെ കലാമിന് ഹർഫും സൗത്തും ഇല്ല, ഹർഫും സൗത്തും കൂടാണ്ടാണ് അല്ലാഹു നബിന്റെ മേൽ സലാം ചെയ്തത്. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് നബി പറഞ്ഞു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അവിടെ എത്തുമ്പോ ഇപ്പൊ ആടെ നബിയെ തൊട്ട് മറിഞ്ഞിരിക്കാന്ന് ആരുടെ പറയുന്നു? മറിഞ്ഞിരിക്കുന്നു. അവിടെ എത്തിയപാട് കണ്ടില്ലേ സലാം ചൊല്ലിയ നബിയോട് സലാം ചൊല്ലി. നബി സലാം മടക്കുകയും ചെയ്തു. കണ്ടില്ലേ? അത് അഹ്മദുൽ മർസൂഖ് പറഞ്ഞ് കൈഫിയത്തും ഹസവെന്നും കൂടാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു അല്ലാഹുവിനെ എന്ന് വേറെ ഒരു തെളിവും കൂടി കണ്ടിട്ടുണ്ട് എന്നതിലേക്ക് തെളിവ് ഒന്നും കൂടി അന്തരാവാം. എന്താ മനസ്സിലാം? ഞാൻ ഇന്നലെ പറഞ്ഞു അല്ലേ? ഇന്നലെ ഞാൻ നിങ്ങൾ പറഞ്ഞു ശ്രദ്ധിച്ചിട്ടുണ്ടോന്നല്ല. എന്താ وشد من سغب عشاءه وطوى تحت الهجارة كشيء مطرف اللدم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വയറിന്റെ മുകളിൽ കല്ല് വെച്ച് കെട്ടിയത് വിഷമിച്ച് അല്ല എന്ന് അശേഖ് അഫ്താ അഫന്ദി ഖദ്ദസല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെന്നും അതിന്റെ ചരിത്രമൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നബിക്ക് എപ്പോഴും സ്വർഗത്തിൽ നിന്നിട്ടുള്ള ഉപചരം കൊണ്ട് കൊടുക്കുന്നു, പൈസിട്ടൊന്നുമല്ല. പിന്നെ മലക്കൂത്തിയായ അലത്തിലേക്ക് നബി കയറിപ്പോകണ്ടാലിലതാപത്തി ജിസ്മി. നബിന്റെ ദേഹം മത്തൽ ദുസുപ്പുള്ളതാണ്. ഞാൻ ഉദാഹരണം എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പായിക്കുന്ന പൊന്തിന്റെ അതിനു വേണ്ടിയാണ് ആകാശത്തിലേക്ക് വേണ്ട. ഇപ്പൊ ഇവരെ അള്ളാഹുവായിട്ട് കയറ്റിയതാ ഇവിടെ ആകാശത്തിലേക്ക്. എന്നിട്ടോ ആടെ റബ്ബിനെ കണ്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങോട്ട് വരാൻ നോക്കുമ്പോൾ വരാനുള്ള ഇഷ്ടമില്ല. അന്തത് നബി മേലോട്ട് നോക്കുമ്പോൾ കാണുന്നത് റബ്ബിനെയാണ്, ബലവാക്ക് നോക്കുമ്പോഴും കാണുന്നത് റബ്ബിനെയാണ്, ഇടവാക്ക് നോക്കുമ്പോഴും കാണുന്നത് റബ്ബിനെയാണ്. ഏത് ഭാഗത്ത് നോക്കിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, അല്ലാതെ കാണുന്നില്ല. അവിടെ നബിക്ക് ദുനിയാവിന്റെ ഓർമ്മയും ഇല്ല. ഉണ്ടാവോ? ഉണ്ടാവൂല. നബിനെ അല്ലാഹു അയക്കുന്ന നബിയെ എന്നറിയിക്കോ. നബിക്ക് ഇഷ്ടമുള്ളവരാണ്. നബിക്ക് വരാനുള്ള ഇഷ്ടമില്ല. എന്തുകൊണ്ട്? പരിശുദ്ധവാസന അവിടെ കണ്ട് ഏച്ചു. പിന്നെ ദുനിയാവിലേക്ക് വരാനുള്ള ഇഷ്ടം ഉണ്ടാവോ? ഇല്ല. നബി എന്ത് ചെയ്തു? അള്ളാഹു എന്ത് ചെയ്തു? ഒരു ഹിക്മത്ത് നബിനോട് പറഞ്ഞ്, നബിക്ക് ഇവിടുന്ന് പോവാനുള്ള ഇഷ്ടം ഉണ്ടാവില്ല എന്ന് എനിക്ക് അറിയാൻ നബിയെ. പക്ഷെ ഇവിടെ നബി താമസിക്കുന്നതിന് തിരക്കേടില്ല. പക്ഷേ എനിക്ക് നബിനെ കൊണ്ട് പല അഹ്കാമുകളും ദുനിയാവിൽ നടത്താനുണ്ട്. അത് നബിനെ കൊണ്ട് തന്നെ ആവണം. അതാണ് ആലമുൽ ഇർശാദിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഇടന്നെ സ്ഥിരപ്പെടാൻ വേണ്ടിയാണ്.
അതുകൊണ്ട് നബി ഒരു കാര്യം ചെയ്യണം, നബി ബേജാറാവണ്ട. ഈ സന്തോഷം ഉണ്ടാവൂലല്ലോ ഭൂമിയിലേക്ക് പോയാൽ എന്ന നിലക്കല്ലേ നബിക്ക് ഇഷ്ടമില്ലാത്തത്. അതുകൊണ്ട് ഇപ്പോഴുണ്ടാവുന്ന സന്തോഷം പോലെ ഒരു സന്തോഷം നബിക്ക് ഞാൻ തരാം. അതെന്താ? അതിന് നിസ്കാരം എന്ന പേരായിട്ട് ഇബാദത്ത്. അന്ന് മേറാജ് രാത്രിയാണ് നിസ്കാരത്തിന് അള്ളാഹു കൊടുത്തത് ഫറവാക്കിയതൊക്കെ. മനസ്സിലായില്ലേ? ആ നിസ്കാരത്തിൽ നബി നിന്നാൽ, നിസ്കാരത്തിന് തക്ബീർ ചൊല്ലി സലാം വീട്ടുന്നതിന്റെ ഇടയിൽ ഇവിടുന്ന് നബി എന്നെ കണ്ടുകൊണ്ടുള്ള, അള്ളാഹു പറയുന്ന കണ്ടിട്ടില്ലേ, എന്നെ കണ്ടപ്പോഴുള്ള സന്തോഷം. കണ്ടിട്ടില്ലേ സന്തോഷം ഉണ്ടാവില്ലല്ലോ. ഈ കണ്ടതുപോലുള്ള അതേ സന്തോഷത്തിന് എന്നെ കണ്ടിട്ടില്ലെങ്കിലും നബി തക്ബീറത്തിൽ ചൊല്ലി സലാം വീട്ടുന്നതിന്റെ ഇടയിൽ ഞാൻ ഉണ്ടാക്കിത്തരും നബിയേ. നബി ലോകത്തേക്ക് പോയിക്കൊള്ളാം. കുഞ്ഞുങ്ങളോട് പറയും പോലെ മനസ്സിനെ അങ്ങാടെ പോയിരിക്കും, ഇങ്ങനെ സന്തോഷിപ്പിക്കുന്നു ഞാൻ തരാം. അപ്പൊ കുഞ്ഞുങ്ങൾ ഇതേ പോകും. അതുപോലെ ഉമ്മ കുഞ്ഞിമാരോട് പറയുമ്പോൾ അല്ലാഹു റസൂലോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബിയെ പോയപ്പോൾ ഞാൻ നബിക്ക് സന്തോഷമുള്ളൊരു കാര്യം തരാം, ഒരു കാണിക്കുകയും തരുന്നത് എന്റെ ഉമ്മത്തിന് നിസ്കാരം. ആ നിസ്കാരത്തിൽ നബി കടന്ന് നമ്മളെ പോലെയല്ല. അതാണ് നബി പറഞ്ഞതിന്റെ ഒരു പൊരുള്. വജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാ قال رسول الله. എനിക്ക് എന്റെ കണ്ണൂടമനെ അല്ലാഹു വെച്ച് എന്ന നിസ്കാരത്തിലാണ്. സഹിയായ ഹദീസാണത്. എന്ത് കണ്ണുളർമ എന്ന് പറഞ്ഞാൽ കമാൽ സുറൂറിനെ തൊട്ട് കിനായത്ത് എന്ന് പറയും പരിപൂർണമായ സന്തോഷം. അതാണ് ഖുർആനിലെ ഖുർആനിലെ എന്നുണ്ട്. അത് പരിപൂർണമായ സന്തോഷം. അതാണ് എനിക്ക് നിസ്കാരത്തിൽ അല്ലാഹു വെച്ച് എന്ന് പറഞ്ഞ ഇതാണ്. എല്ലാ സമയത്തും അല്ല, നിസ്കാരത്തിൽ തക്ബീർ ചൊല്ലി പിന്നെ സലാം കൂട്ടുന്നതിന്റെ ഇടയിലുള്ള സന്തോഷം അതാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോ ഞാൻ മറക്കിയെല്ലാം ചെയ്ത് റക്കാത്തെല്ലാം മറക്കാൻ കാരണം അതാണ്. ഈ സന്തോഷത്തിലായിട്ട് ജയിച്ചതുകൊണ്ടാണ്. സാധാരണ മറവിയല്ലത്. നബി റക്കാത്തെല്ലാം കാണാം, ബുഖാരിയെല്ലാം ഉണ്ടത്. ശരി, അതിന്റെ സിർറെന്ന് അങ്ങനെ ലാഹിറിൽ എങ്ങനെയാണെങ്കിലും യഥാർത്ഥം അങ്ങനെയല്ല. അത് അല്ലാഹുവിനെ കണ്ടതുപോലുള്ള ഈ സന്തോഷം ഇങ്ങോട്ട് കൽബിൽ വന്നപ്പോൾ റക്കാത്തിന്റെ ഓർമ്മയില്ല. വജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാ ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മറ്റുള്ള അവാമുല്ലാസ് അവരും ഉണ്ടാവും, നിങ്ങളല്ല മറ്റുണ്ടാവും. കളിയല്ല കളി. ഞാൻ പറഞ്ഞേക്കാം, എല്ലാ കാര്യം തന്നെ നിസ്കാരം വിട്ട് കളിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തൃപ്തി ഉണ്ടാവും. നിങ്ങൾ ആരും വിചാരിക്കണ്ടട്ടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികൾക്ക് കിട്ടാൻ വേണ്ടി കാണിക്കായിട്ടുള്ള നേരിട്ട് അയച്ച കൊടുത്ത ഒരു ഇബാദത്ത് നിസ്കാരം. അല്ലാതെ മറ്റൊന്നുമില്ല. നേരിട്ടുള്ള കൊടുത്ത ഇബാദത്ത് നിസ്കാരം. നിസ്കാരത്തിൽ വെച്ച് കാഫിറും നബിയുടെ അഭിപ്രായം വരെയുണ്ട്. നമ്മളെല്ലാം സഹാബത്തിലുണ്ട്, താബീങ്ങളിലുണ്ട്. മനസ്സിലായില്ലേ? വഖീമുസ്സലാത്ത വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ. ആയത്തുണ്ട് ഖുർആനിൽ. ഈ ആയത്ത് പിടിച്ചിട്ടാണ് ചില ആൾ പറയുന്നത് നിസ്കരിക്കാത്തോ കാഫിറും മുശ്രിക്കും. എന്റെ ഇവിടെ നിസ്കാരത്തിനോട് അതിന്റെ താലൂക്കായിട്ടാ പറഞ്ഞു. വഖീമുസ്സലാത്ത, നിസ്കരിച്ച നിങ്ങൾ ദൈവമായിട്ട് നിസ്കരിച്ചോ, നിങ്ങൾ വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ മുശ്രിക്കീങ്ങളിൽപ്പെട്ടവരായിപ്പോല്ല. വലാ വഖീമുസ്സലാത്ത എന്ന് അല്ലാഹു പറഞ്ഞിട്ട് പറയുന്നു വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ. ഈ ആയത്ത് വിളിച്ചും കൊണ്ട് ആലിമീങ്ങൾ തന്നെടോ ഒരു പറഞ്ഞ് നിസ്കരിക്കാത്തോ കാഫിർ. പക്ഷെ നമ്മളെ ശിവാബശാബി പറഞ്ഞു കിരിക്കല് വഹിക്കല് തെറ്റെന്ന്. അത് ജായിസല്ല. ജായിസന്നെ വഹിക്കല് അല്ലാതെന്ന് കരുതനെ കാഫിറാവുള്ളൂ മാത്രം. അല്ലെങ്കിൽ നമുക്ക് ഒരു തല വഴിയില്ല, നമ്മൾക്ക് ഒരു വയ്യുമില്ല, ഒരു രക്ഷന്റെ ഒരു മാർഗവും ഇല്ല. അതുകൊണ്ട് നിസ്കാരം വിട്ട് ആരും കളിക്കണ്ട. പണ്ടൊരാൾ ഇബിലീശനെ കണ്ടപ്പോൾ ചോദിച്ചു, എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, ഇന്നെപ്പോലെ തന്നെയാണോ?
അത് ഓനെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നിന്നെപ്പോലെ ആണോ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എന്ത് വേണോ? അതെ, അതിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, ഇതിനെ നിസ്കരിക്കാൻ പാടില്ല, പിന്നെ കള്ളസത്യം ചെയ്യണം. അപ്പോ അയാൾ പറയുന്നു, നിന്നെപ്പോലെ ആവാണ്ടിരിക്കാണ് ഞാൻ എന്തുകൊണ്ട്? അപ്പോഴാണ് ഞാൻ പറഞ്ഞു, എന്നെ പറ്റിച്ചു, എന്നെ ആരോടും ഞാൻ ഇതിനെ കള്ളി പറയില്ല. ഇനി ഇങ്ങനത്തെ വിഷയം അവിടെ മറുപടി പറയില്ല. ഇബ്ലീസില്ല, മനസ്സിലായില്ലേ? അപ്പോ ഇബ്ലീസിനെ പോലെ ആണെങ്കിൽ നിസ്കരിക്കണ്ട. ഓനെന്നെ പറഞ്ഞ എന്നെ പോലാണെങ്കിൽ നിസ്കരിക്കണ്ട. എന്ത് സുജൂദില്ലേ? പതിക്കാലത്തിന് സുജൂദ് ഇസ്ലാ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചോ? ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു, സുജൂദ് ചെയ്തില്ലല്ലോ. ഓന്റെ തെറ്റതല്ലേ? പിന്നൊന്ന് കള്ളസത്യം, ഞാൻ നിങ്ങളോട് നിശ്ചയത്തിന് പറയുന്നത് എന്നിട്ട് കള്ളസത്യം ചെയ്ത്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞ കള്ളസത്യം ചെയ്യണം, നിസ്കരിക്കാനും പാടില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും ഇബ്ലീസിനെ പോലെ ആണോ എന്നുണ്ടെങ്കിൽ നിസ്കരിക്കണ്ട. ഞാനിടയിൽ പോയെങ്കിൽ നിസ്കരിക്കണമെന്ന് അല്ലേ പറയണ്ട ആരും. ഞാൻ പറയും നിസ്കരിക്കണ്ട. എങ്ങനെ നിസ്കരിക്കണ്ടെന്നല്ല, ഇബ്ലീസിനെ പോലെ വല്ല ആണിനോ പെണ്ണിനോ ആണോ എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിസ്കരിക്കണ്ട. കള്ളസത്യം ചെയ്തോ. എന്നാ എന്ത് ചെയ്യാ? അത് രണ്ടു മാത്രമല്ല, എന്ത് ഫസാദ് ഉണ്ടാക്കാം, എന്ത് കുതന്തരുണ്ടാക്കാം, എന്ത് കുറ്റവും ചെയ്യാം. നിസ്കരിക്കണ്ടല്ലോ. നിസ്കരിക്കാത്തവർക്ക് എന്ത് ചെയ്തുകൂടാ? എന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കാത്ത താരിഖ് സലാത്തായിട്ട് നബിന്റെ മത പറഞ്ഞുകൊണ്ടെന്ന് ഒരു കാര്യമില്ല. നബിക്ക് എന്നോട് ഇഷ്ടമുണ്ടാവില്ല. നബിക്ക് മഹബത്ത് വേണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നമ്മളോട് മഹബത്ത് വേണമെങ്കിൽ നബിനോട് തുടർന്നോ? ജച്ചന്റെ മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തുടരലല്ലാണ്ട് വേറെ ഒരു വഴിയുമില്ല. കിതാബിലെല്ലാം പറയാം, ദുനിയാവിലും ആഖിറത്തിലും വിജയത്തിന്റെ വഴിയുണ്ടെങ്കിൽ മുതാബഅത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ അഖ്വാലി വൽ അഫ്ആലി വൽ അഹ്വാൽ. ബഹായിദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു തങ്ങളും പറഞ്ഞതങ്ങനെ, നീക്ക് വൽ രക്ഷ വേണമെന്നുണ്ടെങ്കിൽ عليك بمتابعة رسول الله صلى الله عليه وسلم في الأقوال والأفعال والأحوال ومتابعة السلف الصالحين. ബഹായിദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, നിനക്ക് വിജയം വേണമെന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹിയോട് തുടങ്ങണം, അഫ്ആൽ അഹ്വാലിൽ സലഫ് സാലിഹീങ്ങളോടും തുടങ്ങോ. നഅതകും മഅഹും ഫിൽ ജന്ന, അവരോട് കൂടെ നിനക്ക് സ്വർഗത്തിൽ സുഖമായി താമസിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇതിന്റെ കാര്യം മോശം തന്നെയാണ്, പരാജയപ്പെട്ടു പോകും. ഈ കാവ്യവിമനിൽ കാണാം അൽ-അജീബത്തുൽ ഹസനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ആ ഹിക്കമിന്റെ ശരഹാണ് ഈ കാവ്യവിമം. അതിലുണ്ട് ബഹായിദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് ഒരിടത്ത് ധരിച്ചു, നിനക്ക് രക്ഷപ്പെടണോ? വേറെ നാലുകൊണ്ട് റസൂലുള്ളാഹിനോട് എനിക്ക് പ്രിയുണ്ട്, ഞാൻ നബിന്റെ മത പറഞ്ഞൊന്നും കാര്യമില്ല. ഇത് ഉള്ളിലെ ബത്തക്ക പോലെയാണെന്നും പോരാ. ബത്തക്ക വരില്ല, ബത്തക്ക മുനാഫിം, ബത്തക്ക മുസ്ലിം, ബത്തക്ക മുസ്ലിം ആയതുകൊണ്ട് കാര്യമില്ല. ഇത് ബത്തക്ക മുസ്ലിമോ? ബത്തക്ക എന്ന് പറഞ്ഞ മുകളിൽ പച്ച ഉള്ളിൽ ചോപ്പ്, ഡേഞ്ചറാ. എനിക്ക് മനസ്സിലായില്ലേ? ഉള്ളിൽ ഡേഞ്ചറാ, മുകളിൽ പച്ചയാണ് ബത്തക്ക, ചോപ്പ. ഇതുപോലെ നിന്റെ നാവിലും റസൂലുള്ളാഹിനോട് തുടങ്ങി റസൂലുള്ളാഹിന്റെ ഉമ്മത്തും പറഞ്ഞുകൊണ്ട് കാര്യമില്ലടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തുടങ്ങോ, എന്നിട്ട് നബിന്റെ മത പറഞ്ഞോ. നബിന്റെ മത എത്ര വേണമെങ്കിലും പറഞ്ഞ നബിക്ക് ഇഷ്ടം തന്നെയാണ്. നബിന്റെ മഹബത്ത് നമ്മൾക്കുണ്ടാവുകയും ചെയ്യും. മുന്തും സലാത്തും സലാം മദ്ഹും നബി വജനം മറാദുരത്തിടുകിൽ മഹബത്തകപ്പെടുമേ. നല്ലേ നബി പിരിശം നിന്റെ റിളായിൽ തന്ന് നഷ്ടം ഭവിത്തിടാതെ നിറവേറ്റണം നിറവേറ്റണം എന്ന് പറഞ്ഞാൽ അതാ വെറും പിരിശല്ല. നബിയോടുള്ള മുതാബഅത്ത് വേണോ? നബിയോട് തുടരണം.
എന്നാ സുബ്ഹാനല്ലാഹ് നമ്മൾക്ക് പരിപൂർണമായ മഹബത്തുണ്ടാവും നബിക്ക് നമ്മളോട്. അങ്ങനെ നബിന്റെ ചെറിയൊരു പ്രിയങ്കാൽ നമ്മൾക്ക് അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏടി ഒരു സ്ഥലത്തും വിഷമിക്കേണ്ടതില്ല. എല്ലാം വിജയം തന്നെയാണ്. ഖബറിലും വിജയം, മഹ്ശറിലും വിജയം, എല്ലാം നബിന്റെ ഒരു മഹബത്തുണ്ടെങ്കിൽ വിജയിച്ചു കഴിഞ്ഞു. അത് ബാഹു കൊണ്ട് പറഞ്ഞു പോരാ. അത് മാത്രവുമല്ല സഹോദരങ്ങളെ, നോക്കൂ, അങ്ങനെ എത്തിയാലും ആവുന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കൂടെ ബാഹ്യത്തിന് സംബന്ധി പറഞ്ഞില്ലേ താമസിക്കാൻ കഴിയും. പിന്നെ അവിടെ ചില സുഖങ്ങളുമുണ്ട് നമ്മൾ സ്വർഗത്തിൽ കിടക്കൽ കൂടാതെ കൊണ്ട് തന്നെ. അല്ലാഹു ചോദിക്കും മുഅ്മിനീങ്ങളോട്, എങ്ങനെ ഞാൻ തന്നെ നിയമത്ത് സ്വർഗത്തിലേക്ക് പോരെ, ഞാൻ തരട്ടാ? പടച്ചോനെ, ഇതിനേക്കാളും ഞാൻ ആർക്കും കൊടുക്കാത്ത നിയമത്തുകളെ ഞങ്ങൾക്ക് തന്നത് എന്ന് പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ. അപ്പൊ അല്ലാഹു പറയും, ഇതിനേക്കാൾ അപ്പതിലുണ്ട്, നിനക്കറിയില്ലത്. എന്താ അറിയോ? നിക്കൾക്ക് ഒന്ന് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, എന്റെ നൂറുത്ത ജല്ലിയാണ്, എന്റെ പരിശുദ്ധതാത്വങ്ങൾ കാണലാണ് ഒന്ന്. മറ്റൊന്ന്, എന്റെ എപ്പോഴുള്ള രീതിയും. അതൊന്നും പറഞ്ഞേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഒരു തൃക്കല്യാണം എന്നീ പറയായിട്ടൊന്നുണ്ട് സ്വർഗത്തിൽ. അതിലും ഒരുമിച്ച് കൂടാൻ കഴിയും. എന്ത് വേണോ? നബിയോടുള്ള മുതാബഅത്ത് വേണം, ഇല്ലെങ്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുതാബഅത്തിന്റെ ആർക്കേ അത് ലഭിക്കുമുള്ളൂ. ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തൊട്ട് റിവായത്ത് ഹദീസാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലാ ഖദീജ വഹിയ തജൂദു ബിനഫ്സിഹി. ഖദീജ ഉമ്മ ബീബിന്റെ സക്കറാത്തുൽ മൗത്തിന്റെ സമയം ഖദീജ ബീവിയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു. നോക്കുമ്പോ സക്കറാത്തിൽ അങ്ങനെ വിഷമിക്കാം. നബി ചോദിക്കും, യാ ഖദീജ തക്റഹീനൽ ഖുർഹ, മനസ്സിന് വിഷമമുള്ളയും മറ്റ് കാര്യത്തിന് വിഷമമുള്ള കാര്യത്തിന് വെറുപ്പുണ്ടോ ഖദീജ? അവർക്കണ്ട. ഇന്ന ഫിൽ ഖുറി ഖൈറൻ കസീറാ, പെരുത്ത് ഗുണങ്ങളും ഖൈറുകളും ഉണ്ട് ഖദീജ. വിഷമങ്ങളെ സഹിച്ചാൽ അതുകൊണ്ട് വിഷമിക്കണ്ട. പെരുത്ത് ഖൈറല്ലാഹു നൽകിയിട്ടുണ്ട് എനിക്ക്, നീ വിഷമിക്കണ്ട. എന്നിട്ട് സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നു ഖദീജ, ഇദാ ഖദിംതി അലാ മറാത്തികി ഫഖറൈന മിന്നിസ്സലാം. ഖദീജ, നീ പോയാൽ, നീ പമ്പ് പോലെ ഞങ്ങളെക്കാളും മുമ്പ് നീ ആഖിറത്തിലേക്ക് പോയാൽ ആലമൽ ബർസലേക്ക് ഇല്ലിയിലേക്കല്ലേ കൊണ്ടുപോകുന്ന റൂഹുകളെ. അങ്ങനെ പോയാൽ നിന്റെ